തേർഡ് സ്റ്റാൻഡേർഡ് EVS മോഡൽ ക്വസ്റ്റ്യൻസ്. 6 ചോദ്യങ്ങളാണുള്ളത്. അതിൽ പ്രവർത്തനം 1. ചിത്തിരപുരം സ്കൂളിലെ കൂട്ടുകാർ ജൈവ വൈവിധ്യ ഉദ്യാനം നിരീക്ഷിച്ച് തയ്യാറാക്കിയ സസ്യങ്ങളുടെ പട്ടികയാണ് താഴെ കാണുന്നത്. ചോദ്യം എ. സവിശേഷതകൾക്കനുസരിച്ച് ഈ സസ്യങ്ങളെ തരംതിരിച്ച് പട്ടികയിൽ എഴുതൂ. ബി. ചോദ്യം. ഉദ്യാനത്തിലെ റോസാ ചെടിയുടെ ചില ഭാഗങ്ങൾ അവയുടെ വിശേഷങ്ങൾ പറയുന്നു. അവ പറഞ്ഞ കാര്യങ്ങൾ വായിച്ച് ചെടിയുടെ ഏതു ഭാഗമാണ് എന്ന് കണ്ടെത്തി എഴുതുക. സസ്യത്തിന് ആവശ്യമായ ആഹാരം നിർമ്മിക്കുന്നത് ഞാനാണ്. സസ്യത്തിന് ആവശ്യമായ ജലവും പോഷകങ്ങളും വലിച്ചെടുക്കുന്നത് ഞാനാണ്. പ്രവർത്തനം 1ന്റെ ഉത്തരങ്ങൾ. പ്രവർത്തനം 2. ചിത്തിരപുരത്തെ ഒരു കുളത്തിലെ മീൻ പറയുന്നത് വായിച്ചു നോക്കൂ. കുളത്തിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയരുതേ, ഞങ്ങളും ജീവിച്ചോട്ടെ. ചോദ്യം എ. ജലസ്രോതസ്സുകൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാൻ നാം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ചോദ്യം ബി. മീനുമോൾ മഴ അളക്കുന്നതിന് വേണ്ടി സ്കൂളിൽ നിർമ്മിച്ച ഉപകരണമാണിത്. എന്താണിതിൻ്റെ പേര്? പ്രവർത്തനം 2ന്റെ ഉത്തരങ്ങളാണ് താഴെ കൊടുത്തത്. പ്രവർത്തനം 3. റാഹില തയ്യാറാക്കിയ ജീവികളുടെ ആൽബത്തിലെ ചിത്രങ്ങൾ നോക്കൂ. സഞ്ചാര രീതി അനുസരിച്ച് ഈ ജീവികളെ തരംതിരിച്ച് പട്ടികയിൽ എഴുതൂ. 3 തിരിക്കണം. അതിൽ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്, പറക്കുന്നവ. ബാക്കി 2 കൂടെ എഴുതണം, പട്ടികയാക്കി തിരിക്കുക. ബി. ചോദ്യം. ജീവികളുടെ ശാരീരിക പ്രത്യേകതകളെക്കുറിച്ച് റഹീമും റാഹിലയും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാമോ? ശരീരത്തിലെ വരകൾ കൊണ്ട് തിരിച്ചറിയാവുന്ന ഒരു ജീവിയുടെ പേര് പറയാമോ? ചില ജീവികളുടെ പ്രത്യേകത കുളമ്പുകളാണ്. കുളമ്പുള്ള ഒരു ജീവിയുടെ പേര് പറയൂ. പ്രവർത്തനം 4ന്റെ ഉത്തരങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. പ്രവർത്തനം 5. എബിമോൻ പരിസര പഠന പുസ്തകത്തിൽ വരച്ച ചിത്രശലഭത്തിന്റെ ചിത്രം നോക്കൂ. ചിത്രത്തിലെ പൂമ്പാറ്റയ്ക്ക് നിറം നൽകൂ. ബി. ചോദ്യം. പൂമ്പാറ്റയുടെ ജീവിത ചക്രത്തിലെ 4 ഘട്ടങ്ങളും എബിമോൻ പുസ്തകത്തിൽ വരച്ചിട്ടുണ്ട്. ചിത്രങ്ങൾ നിരീക്ഷിച്ച് ഘട്ടങ്ങൾ എഴുതി ചേർക്കുക. 4 ഘട്ടത്തിൻ്റെയും പേരെഴുതുക. സി. ചോദ്യം. നിങ്ങളുടെ വീട്ടിലെ പൂന്തോട്ടത്തിലും പൂമ്പാറ്റകൾ വന്നിരിക്കാറില്ലേ? നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും 2 ഇനം പൂമ്പാറ്റയുടെ പേരെഴുതുക. ഡി. ചോദ്യം. ചിത്രത്തിൽ കാണുന്ന സസ്യങ്ങളുടെ പ്രത്യേകതകൾ താഴെ പറയുന്നവയിൽ ഏതാ? നമ്മുടെ പ്രദേശത്ത് കണ്ടുവരാത്ത സസ്യങ്ങൾ, പൂക്കൾ ഉണ്ടാകാത്ത സസ്യങ്ങൾ, പൂമ്പാറ്റകളെ ആകർഷിക്കാത്ത സസ്യങ്ങൾ, വള്ളികളായി പടരുന്ന സസ്യങ്ങൾ. പ്രവർത്തനം 5ന്റെ ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട്. പ്രവർത്തനം 6. ജീവികളുടെ ആഹാര രീതി ഓർമ്മയില്ലേ? ആഹാര രീതി അനുസരിച്ച് താഴെ പറയുന്ന ജീവികളെ തരംതിരിച്ച് എഴുതുക. താഴെ പറയുന്ന ജീവികളെ നിങ്ങൾക്ക് പരിചിതമാണ്. ഈ ജീവികളുടെ ശാരീരിക പ്രത്യേകതകൾ എന്തെല്ലാമാണ്? താറാവിനെയും പരുന്തിനെയാണ് കൊടുത്തത്. അവയുടെ ശാരീരിക പ്രത്യേകതകൾ എഴുതുക. പ്രവർത്തനം 6ന്റെ ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും എക്സാം നന്നായിട്ട് എഴുതുക.